നമസ്കാരം, ഡോക്ടർ അൽഫീനയാണ്. തൈറോയിഡിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹൃദയാരോഗ്യത്തെ ബാധിക്കും. നിർഭാഗ്യവശാൽ ഈ ഒരു കണക്ഷൻ ആരും കണ്ടുപിടിക്കാറില്ല. തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ പോലും കണ്ടുപിടിക്കാറില്ല. ആകെ TSH നോക്കും, നോർമലാണ്, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടും. ഇതുപോലെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കപ്പെടാതെ പോവുകയും അങ്ങനെ അതൊരു ബൈപ്പാസ് സർജറിയിലേക്ക് എത്തുകയും ചെയ്ത ഒരാൾ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടിട്ട് തിരിച്ചു വരാം. അമ്മയുടെ പേര്? എൻ്റെ പേര് സാദി. സ്ഥലം? മുതുകുളം, ആലപ്പുഴ ജില്ലയിൽ. ആലപ്പുഴ. എന്തായിരുന്നു പ്രശ്നം? എനിക്ക് 2018 ബൈപ്പാസ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ക്ഷീണവും, എന്തെങ്കിലും ഒരു പ്രാണി കടിച്ചാൽ തന്നെ എവിടെ കടിച്ചാലും അതെല്ലാം വീങ്ങി വരും. അത് മാറാൻ 1-2 ദിവസം പിടിക്കും, അതുപോലെ വരും. പിന്നെ ശരീരത്തെ മൊത്തത്തിലെ എനിക്കൊരു പ്രശ്നമായിരുന്നു. വേദനകളുണ്ടായിരുന്നു? വേദനകളുണ്ട്, ഒരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ എനിക്ക് ഒരു സുഹൃത്ത് ഇവിടെ വന്ന് കണ്ട് അവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്നോട് അതേപ്പറ്റി പറഞ്ഞു. അതിനനുസരിച്ച് ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് തൈറോയ്ഡ് ഉണ്ടെന്നും ഒക്കെ ഡോക്ടർ കണ്ടുപിടിച്ചതും. ഇതിനു മുന്നേ ഒന്നും തൈറോയ്ഡ് ഉള്ളതായിട്ട് ഇല്ല. അമ്മയ്ക്കാണെങ്കിൽ തൈറോയിഡിന് മുഴയുണ്ട്, അതുപോലെ തൈറോയിഡിനെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ട്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസും ഉണ്ട്. അപ്പൊ ഈ ശരീരത്തിന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് അറിയില്ലായിരുന്നു? അറിയത്തില്ല. നമ്മൾ എത്ര എന്റെ ശരീരം ക്ഷീണിപ്പിക്കണം നോക്കിയാൽ, എത്ര ഡയറ്റ് നോക്കിയാലും കുറയത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് വെയിറ്റും കുറഞ്ഞു, ബോഡിക്കൊക്കെ നല്ലൊരു എനർജി തോന്നുന്നുണ്ട്. വേദനകളോ? ഇപ്പൊ വേദനകളൊന്നുമില്ല. നേരത്തെ വേദനയും ക്ഷീണവും ആകെപ്പാടെയും പ്രശ്നമായിരുന്നു. പിന്നെ ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ഇല്ലയോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ തോന്നലൊന്നുമില്ല. ഞാൻ പൂർണ്ണമായിട്ട് സംതൃപ്തയാണ്. ജോലിയൊക്കെ എല്ലാ ജോലിയും ചെയ്യുന്നതിനും എവിടെ പോകുന്നതിനും ഒക്കെ ഒരു കുഴപ്പമില്ല. മറ്റേത് എനിക്ക് ഊണ് കഴിഞ്ഞാൽ ഉടൻ എവിടെയെങ്കിലും കിടക്കണം എന്നുള്ള ഒരു നിർബന്ധമായിരുന്നു. ഊണ് കഴിയുമ്പോഴേ എനിക്ക് കിടക്കണം. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഞാൻ പകല് കിടക്കാറില്ല. ജോലിയൊന്നും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡിനാണ് സുഖമില്ലാതിരിക്കുക. അങ്ങ് കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. മനസ്സിനും ഭയങ്കര ഉന്മേഷമാണ്. നേരത്തെ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണു എനിക്ക് കരച്ചിൽ വരും. അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ആവശ്യമില്ലാതെ കരയുന്നു എന്നൊരു പേര് വരെ, കരഞ്ഞു വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. അത് നല്ല ഇപ്പൊ എന്നെ കുറെയൊക്കെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതിലും ഞാൻ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ നമ്മുടെ അടുത്ത് വരുമ്പം ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുമല്ലായിരുന്നോ? എത്രയായിരുന്നു എടുത്തോണ്ടിരുന്നത്? ബൈപ്പാസ് കഴിഞ്ഞപ്പോ തൊട്ട് കൂടുതൽ എടുത്തോണ്ട് ഇപ്പൊ കുറഞ്ഞു വന്നിട്ട് 8-6 ആ റേഞ്ചില ഇവിടെ വരുമ്പോൾ എടുത്തോണ്ടിരുന്നു. ശരിയായിട്ടുള്ള ആഹാരപഥ്യം നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഇൻസുലിനും മറ്റു മരുന്നുകളും ഒന്നും കഴിക്കുന്നില്ല. ഷുഗറിന് എത്രയാ? ഷുഗർ ഇപ്പോൾ നോർമലായിട്ടുണ്ട്. എത്രയായിരുന്നു ഇന്ന് 87. വെരി ഗുഡ്. അപ്പൊ ഇൻസുലിൻ ഇല്ലാതെ ഷുഗർ നോർമലായി വന്നു. അതെ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്. പിന്നെ തൈറോയിഡ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് ഇവിടെ വന്നതിന് ശേഷമാണ്. പക്ഷെ ഞാൻ ഗുളികയൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ കഴുത്തിനും തടുപ്പുണ്ടെന്ന് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത്. അതും രണ്ടാമത് ഇപ്പൊ ഡോക്ടർ മരുന്ന് കഴിച്ചതിന് ശേഷം അതുമല്ല വ്യത്യാസം വന്നു. രാത്രി ഉറക്കം നല്ലപോലെ ഉണ്ട്. മറ്റേ എനിക്ക് ഉറക്കം വരത്തില്ലായിരുന്നു. നന്നായിട്ട് ഉറങ്ങാം. എന്നാലും മനസ്സിനൊരു സന്തോഷം. ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയല്ലേ? ആരോഗ്യം വെച്ച പോലെ തോന്നുന്നുണ്ട്. എത്ര കിലോ വെയിറ്റ് കുറഞ്ഞു മൊത്തം? ഇപ്പൊ 6-7 കിലോ. 7 കിലോ വെയിറ്റ് കുറഞ്ഞു. അതിന്റെ ഒരു അത് പ്രതീക്ഷയില്ലാത്ത കാര്യം. അത് ശരി. ഓക്കെ. അപ്പൊ അമ്മയുടെ എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞതിന്റെ സന്തോഷം. ശരി. ഇപ്പൊ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന്. ഇപ്പൊ തൈറോയിഡിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് കുറച്ചു ദൂരം നടക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ പടികൾ കയറാൻ പറ്റുന്നുണ്ടോ? കിതപ്പ് അനുഭവപ്പെടുന്നില്ലേ? ശ്വാസം മുട്ടൽ വരുന്നില്ലേ? അല്ലെങ്കിൽ നെഞ്ചു പിഴവിടാന്ന് ഇടിക്കുന്നില്ലേ? ഒരു ചെറിയ ടെൻഷൻ അടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അറ്റാക്ക് വരുന്ന പോലെയോ നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെടുന്നില്ലേ? അല്ലെങ്കിൽ രാത്രി ഉറക്കത്തിലായിരിക്കും അങ്ങനെ അനുഭവപ്പെടുന്നത്. ഇനി ചിലർക്ക് BP ആണെങ്കിൽ കൂടി നിൽക്കുന്നു, ചിലർക്ക് BP കുറഞ്ഞു പോകുന്നു.
എപ്പോഴും നെഞ്ചത്തൊരു ഭാരം ഇരിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതൊരിക്കലും നോർമൽ ആകാൻ പോകുന്നില്ല. ഇതിങ്ങനെ അഗ്രവേറ്റ് ആയി പോയിക്കൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾക്ക് ശരി തൈറോയിഡിന് ബുദ്ധിമുട്ടില്ല, പക്ഷെ ഈ ലക്ഷണങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തൈറോയിഡ് നോർമൽ ആണെന്ന് പറഞ്ഞിരിക്കരുത് വെറുതെ. കാരണം TSH നോക്കി അത് നോർമൽ ആണെങ്കിൽ തൈറോയിഡ് നോർമൽ ആയി എന്ന അർത്ഥമില്ല. നിങ്ങൾ പോയിട്ട് ബാക്കി ടെസ്റ്റുകളും കൂടെ ചെയ്ത് തൈറോയിഡിന് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഈ അമ്മയെ സംബന്ധിച്ചാണെങ്കിൽ അമ്മയ്ക്ക് TSH നോർമലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കാം. തൈറോയിഡിന് നൊഡ്യൂളുണ്ട്, തൈറോയിഡിനെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ട്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ അമ്മയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞ മാറ്റങ്ങൾ, ശാരീരികമായിട്ടുണ്ടായ മാറ്റങ്ങൾ, അത് കൂടാതെ അമ്മയ്ക്ക് എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്? ജീവിതകാലത്ത് ഒരിക്കലും നിർത്താൻ പറ്റില്ല എന്ന് കരുതി കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ നിർത്താനായിട്ട് സാധിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ഒരു ഷുഗർ രോഗിക്ക് ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ഒരു ഷുഗർ രോഗിയുടെ ഷുഗർ നോർമൽ ആവുകയും മരുന്നില്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ BP മരുന്നിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടുണ്ടോ? കൊളസ്ട്രോളിന്റെ മരുന്നിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടുണ്ടോ? ഓർമ്മ വെച്ച നാൾ മുതൽ തുടങ്ങിയ അലർജിയുടെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ അലർജിയുടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ മരുന്നൊന്നും വേണ്ടാതെ ജീവിക്കാൻ ഈ പ്രായത്തിലും ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയെ പറ്റി കേട്ടിട്ടുണ്ടോ? പല ആളുകൾക്കും പലപ്പോഴും നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ഇതിന്റെ മൂല്യം മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർ അതേപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് ഒക്കെ നോക്കുമ്പോൾ എനിക്കതാണ് മനസ്സിലാവുന്നത്. കാരണം എത്രയധികം മാറ്റങ്ങളാണ് ഓരോ പേഷ്യൻസിനും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പേഷ്യൻസ് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് കരുതി നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് വന്നവരല്ല. എല്ലാ സ്ഥലത്തും പോയി മടുത്തു, ഇനി എന്തെങ്കിലും മാറ്റം ഇവിടെ പോയാൽ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് കരുതി ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് വന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. അപ്പൊ അവർക്ക് അവർ പ്രതീക്ഷിച്ചതിൽ അപ്പുറം റിസൾട്ട് കിട്ടിയപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഓരോ വീഡിയോയിലൂടെയും. അപ്പൊ ഇത് കാണുന്ന നിങ്ങൾ ഇതൊന്ന് ചിന്തിക്കുക. ഈ ഒരു അവസ്ഥയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം നിങ്ങൾ ഇതുവരെ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ മൂല്യം മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്ന് ലോജിക്ക് ഉപയോഗിച്ച് ഒന്ന് ചിന്തിക്കണം. അപ്പൊ അങ്ങനെ അത് മനസ്സിലാവുകയാണെങ്കിൽ ഇതിപ്പോ ഒരു 10 പേര് കാണാനുള്ള കാര്യം കൂടി നിങ്ങൾ ചെയ്തു കൊടുക്കുക. കാരണം ഇത് 10 പേര് കാണുമ്പോൾ അതിൽ ഒരാളെങ്കിലും ചിന്തിക്കും, എനിക്കും ഇതുപോലെ ഒരു മാറ്റം ആവശ്യമുണ്ടല്ലോ, ഇതുപോലെ ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ആരോഗ്യം എനിക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ അവർക്കതൊരു ആശ്വാസമായിരിക്കും. അപ്പൊ ഇത് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരും അല്ലെങ്കിൽ മുമ്പ് എടുത്തുകൊണ്ടിരിക്കുന്നവരും ഒക്കെ നിങ്ങൾക്കും അത് ചെയ്യാം. കാരണം നിങ്ങൾ ഇവിടെ വന്നത് ഇതുപോലെ ആരെങ്കിലും പറഞ്ഞത് വീഡിയോ ആയിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ ആണല്ലോ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടാകും. അപ്പൊ ഇതേ ഒരു ഗുണം മറ്റുള്ളവർക്കും കിട്ടട്ടെ, അവർക്ക് ഈ ഒരു മാറ്റം അവരും എക്സ്പീരിയൻസ് ചെയ്യട്ടെ, അവരുടെ ജീവിതം അവർ ആസ്വദിക്കട്ടെ. അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.